നല്ല പൂ പോലത്തെ വെട്ടുകേക്ക് കിട്ടുന്ന ഒരു സ്പോട്ടാട്ടോ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. വെട്ടുകേക്ക്, റവ കേക്ക്, തരിക്കേക്ക്, അങ്ങനെ പലവിധ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് താഴത്ത് കമന്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കാണുന്നത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു തന്നു, മൈദയും വറുത്ത റവയും ബേക്കിംഗ് സോഡയും നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന്റെ ശേഷം പഞ്ചസാരയും ഏലക്കക്കുരുവും പൊടിച്ചെടുത്ത് അതിലേക്ക് കോഴിമുട്ടയും മഞ്ഞൾപ്പൊടിയും നെയ്യൊക്കെ ചേർത്ത് ആ മൈദയും കൂട്ടി നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം ചെറിയ രീതിയിൽ കട്ട് ചെയ്യും. പിന്നെ ഒരു പ്രത്യേക ഷേപ്പിലാക്കിയിട്ട് പൊരിച്ചെടുക്കുന്ന രീതിയാട്ടോ ഇത്. നമ്മുടെ ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് എടക്കരയിൽ നിന്ന് പാലേമാട്ടിലേക്ക് പോകുമ്പോൾ കരുന്നെച്ചി അങ്ങാടിയിൽ വലിയൊരു തണൽ മരം ഉണ്ട് കേട്ടോ. അതിൻ്റെ നേരെ താഴെയുള്ള അറഫ ഹോട്ടലാട്ടോ നമ്മുടെ ലൊക്കേഷൻ. കയറി വരുമ്പോൾ തന്നെ പുറത്ത് ചില്ലുകൂട്ടിൽ നമുക്ക് വെട്ടുകേക്ക് ഇങ്ങനെ വെച്ച് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടുത്തെ നാട്ടുകാർ വൈകുന്നേരങ്ങളിൽ ഒരു ചായയും കുടിച്ച് പത്രം വായിക്കാനും ഒരുമിച്ചിരുന്ന് ടി വിയിലെ വാർത്തകൾ കാണാനും ഒക്കെ തമ്പടിക്കുന്നൊരു സ്പോട്ടാട്ടോ ഈ ഒരു കട. അങ്ങനെ നമ്മൾ 2 ചായ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ പൊരിച്ചെടുത്ത നല്ല പൂ പോലത്തെ റവ കേക്കും ഓർഡർ ആക്കിയിട്ടുണ്ട്. ചായയുടെ കൂടെ ആ ചൂടുള്ള റവ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലുള്ള നാടൻ കടകളിൽ വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് ആ ടി വിയിലെ വാർത്തകളൊക്കെ ഒന്ന് കണ്ട് ഇവിടെയുള്ള പ്രായമുള്ള ഏട്ടന്മാരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവിടുത്തെ കടികളും ചായയൊക്കെ കുടിക്കാൻ പ്രത്യേക ഒരു വൈബാട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് അരിയും, ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ അരിയൂല. ഒക്കെ പറകടുപ്പിലാ. ഇവിടെ എന്തൊക്കെ ഉണ്ടാവില്ല കഴിക്കാന്? രാവിലെ വെള്ളപ്പം, നൂൽപുട്ട്, പൊറോട്ട, പിന്നെ അയക്ക് എന്തൊക്കെ ഉണ്ടാവുക? അയക്ക് ബീഫ്, മീന്, മുട്ടക്കറി, കടല. കോരാനായോ? പഴംപൊരിയും കേക്കും മാത്രമേ ഉണ്ടായിരുള്ളൂ? അല്ലല്ല, പൊരിച്ചോത്തിരി, പഴംപൊരി, കേക്ക്, മുട്ടാപ്പം കഴിഞ്ഞതാ? ഒരു 4 ഐറ്റം കടി ഉണ്ടാവും. അപ്പം നിങ്ങൾ 10 ആരും വന്നിട്ട് ഞാൻ അതിന് ഉച്ചയുടെ ശേഷമാണ് കടി ഉണ്ടാക്കല്ലേ? രാവിലെ കടി ഉണ്ടാക്കുക. രാവിലെ കേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ 2 ദിവസം 3 ദിവസത്തിനൊക്കെ 3-4 ദിവസത്തിനൊക്കെ കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. 10 ഉണ്ടാക്കി. അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ.